ഈ പുതിയ ദിവസത്തിൽ ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം നയിക്കുവാൻ നമുക്കാവശ്യമായ ദൈവകൃപ യാചിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലാം. തനിമയിലേക്ക് എന്ന ഈ പഠനത്തിൽ ഏവർക്കും പ്രാർത്ഥനാപൂർവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 19 സങ്കീർത്തനം 14 വാക്യം വായിക്കുന്നു. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദം ആയിരിക്കുമാറാകട്ടെ. ദൈവം മാത്രമാകുന്നു നമുക്ക് മാറ്റമില്ലാത്ത സ്നേഹിതൻ. അവൻ മാത്രമാണ് ശക്തനായ സ്നേഹിതൻ. നാം ഏത് ശാസ്ത്രത്തിൽ നമ്മുടെ ആവശ്യ സമയത്ത് ആശ്രയിച്ചാലും നമ്മെ സഹായിക്കുന്നതിന് എല്ലാ ശാസ്ത്രത്തിനും, എത്ര പുരോഗതി പ്രാപിച്ച ശാസ്ത്രത്തിനും ഒരു അതിരുണ്ട്. എന്നാൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് മനുഷ്യ ചരിത്രം ഇന്നും സാക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലും നമുക്ക് പ്രത്യേകം അപേക്ഷിക്കാം. ദൈവം എൻ്റെ പാറയാണ്. പാറ എന്ന് പറയുമ്പോൾ വളരെ കനമുള്ളതാണ്, കട്ടിയുള്ളതാണ്, മാറ്റമില്ലാത്ത കനമേറിയ ജീവിത ശൈലി രൂപീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുനിമിഷം രൂപാന്തരപ്പെടേണ്ടതിനായി നമ്മുടെ ശരീരാത്മ ദേഹികളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുക. മാത്രമല്ല, ദൈവം നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. എത്ര വലിയ പാപം ചെയ്താലും, നാം ദൈവത്തിൽ നിന്ന് എത്രമാത്രം അകന്നു പോയാലും, ദൈവം മനുഷ്യൻ്റെ സംസർഗം ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യൻ്റെ പിന്നാലെ തേടി വരുന്ന ഒരു ദൈവമാണ്, സ്നേഹമുള്ള ദൈവമാണ്. നമ്മെ എപ്പോഴായാലും, എത്ര അകന്നു പോയാലും, എത്ര നശിച്ചു പോയാലും അതിൽ നിന്നൊക്കെയും വീണ്ടെടുക്കുവാൻ ദൈവം ശക്തനും മനസ്സുള്ളവനുമാകുന്നു. അതുകൊണ്ട് ദൈവകരുണയാകുന്നു നാം അന്വേഷിക്കേണ്ടത്. ദൈവകരുണയെ അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കാം. അതിന് നമുക്ക് സഹായമാകുന്നത് നമ്മുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദമുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ്. ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ എപ്പോഴും ജഡത്തിന് അടിമ തന്നെയാണ്. ദൈവകരങ്ങളാൽ നാം എത്രമാത്രം രൂപാന്തരപ്പെട്ടാലും വീണ്ടും നാം ജഡത്തിൽ തന്നെയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ജഡത്തിൽ വസിക്കുന്ന കാലത്തോളം നാം ദൈവത്തിൽ നിന്ന് അകന്നും പരദേശികളും ആകുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലനും നമ്മളെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം ദൈവകരങ്ങളിൽ വീണ്ടും വീണ്ടും മെനയേണ്ടതിന്, പണിതുയർത്തേണ്ടതിന് നമുക്ക് ദൈവകരങ്ങളിൽ പൂർണ്ണമായി ഫലമേൽപ്പിക്കാൻ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെയും വാക്കുകളെയും ദൈവം ശക്തമാക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദ് പ്രാർത്ഥിക്കുന്ന 2 ആവശ്യങ്ങൾ: എൻ്റെ വായിലെ വാക്കുകൾ നിനക്ക് പ്രസാദമായിരിക്കണം. വായിലെ വാക്കുകൾ അത് വായിൽ നിന്നും പുറത്തു വരുന്നതാണ്. യേശുക്രിസ്തു തൻ്റെ ഉപദേശത്തിൽ മനുഷ്യരെ പഠിപ്പിച്ചു.
പുറത്തു നിന്ന് ഉള്ള ഒന്നും മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പഠിപ്പിക്കുകയാണ്, പുറത്തു നിന്നുള്ളതൊന്നും മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. മനുഷ്യൻ്റെ ഉള്ളിലാണ് അവൻ്റെ അശുദ്ധിയുടെ ഉറവിടം. മനുഷ്യൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത് എന്താണെന്ന് കർത്താവ് വ്യക്തമാക്കി തരിക. നമ്മൾ അതിനെതിരെ ജാഗ്രത പുലർത്തേണ്ട ആവശ്യത്തെക്കുറിച്ചും കർത്താവ് ഇവിടെ ഓർപ്പിക്കുകയാണ്. മർക്കോസ് 7:22. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങൾ എല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങളാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ജഡത്തിൽ ജീവിക്കുന്ന ഏത് മനുഷ്യൻ്റെയും ഉള്ളിൽ ഈ വക ദോഷങ്ങൾ 13 വക ദോഷങ്ങൾ നാം കാണുന്നുണ്ട്. ഇതിൽ ഒന്നിൽ നിന്നും നാം ആരും എത്ര ഭക്തനായാലും ഒഴിഞ്ഞിരിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുവാൻ ആ ബോധം നമുക്ക് സഹായിക്കും. ഇതിൽ നിന്ന് ആരും സ്വതന്ത്രരല്ല. ദുശ്ചിന്തയും വ്യഭിചാരവും കൊലപാതകവും എല്ലാം നമ്മൾ ഓരോരുത്തരിലും ഉള്ളിൽ വസിക്കുന്നു. അവസരം വരും പോലെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്നും അതൊക്കെയും പുറപ്പെടുന്നു. അതിന് എത്ര ജാഗ്രതയാണ് ആവശ്യം. മനുഷ്യന് സാധിക്കുന്നില്ല. ജഡത്തിൽ വസിക്കുന്ന മനുഷ്യന് ഇത് സാധിക്കുകയില്ല. അതുകൊണ്ട് പരിപൂർണനായ വിശുദ്ധനായ ദൈവത്തെ നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ അധരങ്ങളെയും ഭരമേൽപ്പിക്കുവാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നാം വിശുദ്ധ കുർബാനയിൽ സാധാരണ കേൾക്കുന്ന ഒരു വാക്യമുണ്ട്. പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് നൽകുന്ന ഒരു ആഹ്വാനം, നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുകയും. ഏതിൽ നിന്ന് ഉയർത്തണം? ഈ വക 13 വക ദോഷങ്ങളിൽ നിന്ന് ഉയർത്തണം. അപ്പോൾ ജനങ്ങൾ പ്രതിവാക്യം പറയുന്നു, ഞങ്ങളവയെ കർത്താവിലേക്ക് ഉയർത്തുന്നു. നാം ഈ വക ദോഷങ്ങളൊക്കെയും വിട്ടൊഴിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുവാൻ ദൈവകൃപ നമ്മുടെ മേൽ ചൊരിയുന്ന സമയമാണ് വിശുദ്ധ കുർബാനയുടെ അവസരം. അതിനുശേഷം പുരോഹിതനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ച ശേഷം ജനങ്ങൾ ഏറ്റുപറയുകയാണ്. അതുകൊണ്ട് ഇനി ഞങ്ങളുടെ സംസർഗം ആരോടാണ്? ദൈവദൂതന്മാരോടും പ്രധാന ദൈവദൂതന്മാരോടും സ്വർഗത്തിലെ സകല സംഘത്തോടും കൂടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പിന്നെ നമ്മുടെ കൂട്ടായ്മ ആരോടും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയങ്ങളെ നാം ഉയർത്തുമ്പോൾ, ദൈവത്തിങ്കിലേക്ക് ഉയർത്തുമ്പോൾ, ഈ അധമ ചിന്തകളിൽ നിന്നും അധമ വികാരങ്ങളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ നാം ഉയർത്തുമ്പോൾ പിന്നീടുള്ള നമ്മുടെ സംസർഗവും നമ്മുടെ കൂട്ടായ്മയും സ്വർഗത്തിലെ സകല സംഘത്തോടും കൂടിയാണ് ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നത്. ആ കൂട്ടത്തിൽ രക്തസാക്ഷിക്കാരുണ്ട്, നമുക്ക് മുൻപേ കടന്നുപോയ വിശുദ്ധരുണ്ട്. എല്ലാ വിശുദ്ധരോടും കൂടെ നാം ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റു പറയുന്നുണ്ടല്ലോ, വിശുദ്ധന്മാരുടെ സംസർഗത്തിൽ നാം വിശ്വസിക്കുന്നു. നമ്മുടെ ഹൃദയ വിചാരങ്ങളിലെ
അധമമായുള്ള ചിന്തകളെ കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കുവാൻ നമുക്ക് തന്നെ കഴിയുന്നില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 141 സങ്കീർത്തനത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. എൻ്റെ വായ്ക്ക് ദൈവമേ നീ നിർത്തുന്ന ഒരു കാവൽ വേണം. എൻ്റെ വിചാരങ്ങൾ കൊണ്ട്, എൻ്റെ പരിശ്രമം കൊണ്ട് നിർത്തുന്ന ഒരു കാവലല്ല. 141 സങ്കീർത്തനം 3 വാക്യമാണ്. ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്, യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ദൈവം നിർത്തുന്ന കാവൽ, തിരിയുന്ന വാളുമായി നിർത്തുന്ന മാലാഖമാർ, ഏത് ദിശയിൽ നിന്നും ആക്രമണം ഉണ്ടായാലും അവയൊക്കെയും വെട്ടി വീഴ്ത്തുവാൻ പര്യാപ്തമായ ശക്തിയുള്ള കാവൽ, നമ്മുടെ കാവൽ മാലാഖമാർ, നമ്മളെ ദൈവം നിർത്തുന്ന കാവൽക്കാർ നമ്മുടെ ജീവിതത്തെ കാത്തു പരിപാലിക്കേണ്ടതിനായി നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദമുള്ളതായി തീരുവാൻ ദൈവകൃപ ധാരാളമായി ചൊരിഞ്ഞു തന്ന് നേർവഴിയിൽ ഞങ്ങളെ നടത്തണമേ. ഞങ്ങൾ എത്തേണ്ടടുത്ത് എത്തിച്ചേരുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥനയിൽ നമുക്ക് അയക്കാം.